നമസ്കാരം. നമ്മൾ ഏതൊരു പുതിയ കാര്യം തുടങ്ങുമ്പോഴും ആദ്യം സ്മരിക്കുന്നത് വിഘ്നേശ്വരനായ ഗണപതി ഭഗവാനെയാണ്. എന്തുകൊണ്ടാണ് ഭഗവാനെ വിഘ്നരാജൻ എന്ന് വിളിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളും പ്രശ്നങ്ങളും നീക്കം ചെയ്യാൻ ഗണപതി ഭഗവാന്റെ രൂപത്തിൽ നിന്ന് നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജീവിതത്തിലെ തടസ്സങ്ങൾ മാറ്റി വിജയത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നതിനെ കുറിച്ചാണ്. ഗണപതി ഭഗവാന്റെ രൂപം ഒരു വലിയ മോട്ടിവേഷണൽ പാഠമാണ്. വലിയ ചെവികൾ, ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് കൂടുതൽ കേൾക്കണം എന്നതാണ്. വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർ മറ്റുള്ളവർ പറയുന്നത് കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കാൻ ശീലിക്കണം. ചെറിയ കണ്ണുകൾ, ഇത് ഏകാഗ്രതയുടെ അഥവാ ഫോക്കസിന്റെ അടയാളമാണ്. ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ പതിപ്പിക്കാൻ ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വലിയ തല, തിങ്ക് ബിഗ് അഥവാ വലിയ രീതിയിൽ ചിന്തിക്കുക എന്ന് ഭഗവാൻ നമ്മോട് പറയുന്നു. നമ്മുടെ ചിന്തകൾ എപ്പോഴും ഉയർന്നതായിരിക്കണം. ചെറിയ വായ, സംസാരം കുറയ്ക്കുക, പ്രവൃത്തി കൂടുതൽ ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ വെറും തടസ്സങ്ങളായി മാത്രം കാണാതെ അതിനെ മറികടക്കാനുള്ള ബുദ്ധി ഉപയോഗിക്കണം എന്നതാണ് ഗണപതി ഭഗവാൻ നമുക്ക് നൽകുന്ന സന്ദേശം. പലപ്പോഴും നമ്മൾ ഒരു പുതിയ കാര്യം തുടങ്ങുമ്പോൾ പലവിധ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ വിഷമിക്കാതെ ഓം ഗണപതിയേ നമഃ എന്ന് മനസ്സിൽ ധ്യാനിക്കുക. ഭഗവാൻ നമുക്ക് നൽകുന്നത് കേവലം സഹായമല്ല, പകരം ആ പ്രശ്നത്തെ നേരിടാനുള്ള ബുദ്ധി കൂടിയാണ്. ബുദ്ധിയുള്ള മനുഷ്യനെ തോൽപ്പിക്കാൻ ലോകത്തിൽ ഒരു പ്രശ്നത്തിനും സാധിക്കില്ല എന്ന് തിരിച്ചറിയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. താങ്ക്